ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം മധുരം ഞാൻ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നീ തിന്നും പോലെയല്ല ഞാൻ തിന്നണത്. ഓ, ഞാൻ തിന്നും പോലെയല്ല അപ്പ തിന്നണത്. 3 പേർക്കും വ്യത്യസ്തതയുണ്ട്. അപ്പയ്ക്കൊരു സ്പെഷ്യൽ സാധനം മേടിച്ചോണ്ട് വന്ന ഇനി ഇതൊക്കെയാണ് അൺബോക്സ് ചെയ്യാനുള്ളത്. ഒയ്യോ, കൈ ആവശ്യമുള്ള സാധനങ്ങളാണോന്ന് ആദ്യം നോക്കട്ടെ. നിങ്ങൾ ചെറുപ്പം പോലെ നല്ല മധുരം കഴിച്ചാ പഠിച്ചേക്കണം. അതാരും പറഞ്ഞു കണ്ടപ്പോ ചോദിക്കുക, മകള് ഫിൽറ്റർ ആണോ ഇട്ടേക്കണം? ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ 100 പേർക്ക് 100 അഭിപ്രായമായിരിക്കും. അത് തീർച്ചയായിട്ടും. ഇടയ്ക്ക് ഒരു പണി ചെയ്ത് വെച്ചിരിക്കുക. വെജിറ്റബിൾ ട്രെയിൻ എടുത്തപ്പോ ഞാൻ വലിച്ചു. 3 പേർക്ക് ഈക്വൽ ആണെന്ന് അറിയിക്കാനാണോ അമ്മ 3 റോൾ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ വെച്ചേക്കണേ? ആണോ? അപ്പൊന്നും പിടുത്തില്ല. അതെന്നാ അങ്ങനെ പറ്റിയേ? സ്ലോട്ട് മാറിപ്പോയതാന്നാട്ടോ പറഞ്ഞേ. ഏഹേ, അപ്പൊ ഇത് ശാസ്ത്രീയമായിട്ട് കട്ട് ചെയ്തൊക്കെ ഏട്ടാ കഴിക്കണേ. ഒരെണ്ണം പിടിച്ചു കഴിക്കണത് അപ്പയ്ക്ക് ഇഷ്ടമല്ല. ഒരെണ്ണം പിടിച്ചു കഴിക്കണതേ അപ്പയ്ക്ക് ഇഷ്ടമല്ല. സോസ് എങ്ങനെയാന്ന് വെച്ചാൽ എടുത്തോട്ടോ, ഒഴിച്ചു. സോസ് ഒഴിച്ചു. ഒരുപാട് സാധനം ഉണ്ടെന്ന് കഴിക്കാൻ. അൺബോക്സ് ചെയ്യാം. നല്ലതാ. പട്ടി കുറയ്ക്കണ്ടല്ലോ ഒന്ന് പതിവില്ലാതെ. നമ്മുടെ അടുത്ത വീട്ടിലെ പട്ടിയാണ് കേട്ടോ. ദേ മധുരക്കിഴങ്ങിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വേറൊരു കളർ വ്യത്യാസം. ഇന്നലെ പുഴുങ്ങിയാനും കേടില്ല. ഞാൻ നോക്കി കഴിക്കണം. നോക്കി കട്ട് ചെയ്ത്. ആഹാ, പഴമൊക്കെ നല്ല പഴുത്തിരിപ്പുണ്ടല്ലോ. ഫുള്ളി റൈപ്പൻഡ് പഴം. അതിന് അത്രയും റൈപ്പൻഡ് ആയിട്ടുള്ളത് മേടിച്ചേ? ചിങ്ങമ്പഴോ ഇരിപ്പുണ്ട്. അപ്പോൾ മറുപടി കിട്ടുന്നതായിരിക്കും. അത് പിടിച്ചോണ്ട് പാല് തിളച്ചു പോണം. മറക്ക് ഗ്യാസായിട്ട് വീഴും. പിടിച്ചത് മതി. പാല് ഗ്യാസിൽ വീണാലേ വിവരം അറിയാം. അപ്പൊ ഒരു റോൾ എടുത്ത് അതിന്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ്ലി സോസ് എല്ലാം പറ്റിപ്പിക്കുക. സമ്മതിക്കണം ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ട്. ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈൽ എന്നാണ് അമ്മ പറയുന്നത്. അമ്മയുടെ സ്റ്റൈല് കുറച്ച് കഴിയുമ്പോൾ കാണാട്ടോ. ഇപ്പൊ വരും. അവിടെ നിന്ന് പറയണോണ്ടാട്ടോ കേൾക്കാത്ത. മൈക്ക് വെക്കാത്തതിൻ്റെ അല്ല, നമ്മൾ ഡെയിലി വ്ളോഗുകൾ ചെയ്യുമ്പോഴേ മൈക്ക് വെച്ച് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം ഏർലി മോർണിംഗ് നമ്മൾ ഷൂട്ട് തുടങ്ങി വൈകുന്നേരം വരെ മൈക്ക് വെച്ച് വീട്ടിലെ ജോലികൾ നമുക്ക് ചെയ്യാൻ എന്തായാലും പറ്റില്ലല്ലോ. ഇപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യുമ്പോൾ മൈക്ക് വെച്ച് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഇപ്പം നമുക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം അടുത്ത റൂമിൽ നിന്ന് സംസാരിക്കണോണ്ടാണ് നിങ്ങൾ സൗണ്ട് കുറവാണ് എന്ന് പലപ്പോഴും പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കും അല്ലേ? ചാരിയറ്റിലെ റോളാണ് കേട്ടോ. എനിക്ക് ചാരിയറ്റിലെ റോള് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റി വെജിറ്റബിൾ റോളാണ്. അതിൻ്റെ ഉള്ളിലെ മിക്സൊക്കെ എനിക്കിഷ്ടമാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. മയണൈസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് മയണൈസ് വരുന്ന ഐറ്റംസ് ഒന്നും തന്നെ താല്പര്യമില്ല. ഞാൻ മയണൈസ് പൊതുവെ കൺസ്യൂം ചെയ്യാറില്ല. മൈക്രോവേവിൽ ചൂടാക്കിക്കൊണ്ട് നല്ല രസം അത് കഴിക്കാൻ. അപ്പയുടെ കാപ്പി വന്നു. ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം മധുരം ഞാൻ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞു മധുരക്കിഴങ്ങൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്ന്. അപ്പയുടെ കോഫി കണ്ടിട്ട് നല്ല ക്രീമി കോഫി പോലെ. അമ്മയുടെ റോള് ചൂടാറി പോട്ടോ വേമ്പ. അപ്പ എന്നെ മധുരക്കിഴങ്ങ് എടുക്കാത്ത? നമുക്ക് മതി, കുഴപ്പമൊന്നുമില്ല. കേടില്ലാത്ത പോർഷൻ എടുക്കുക. കുറേ പോർഷൻ കേടുണ്ടായിരുന്നു.
എത്തിപ്പോയി. നല്ല കാപ്പിയാ. ഇപ്പൊക്ക് മറിക്കണോ കാപ്പി? അമ്മ അതിന്റെ ചൂടാറ്റിയോ? ചൂടൊന്നും പറ്റിയില്ല. ചൂടാ. ഞാൻ അപ്പ കട്ട് ചെയ്യും പോലെയൊന്നും കട്ട് ചെയ്യില്ല. പക്ഷെ കട്ട് ചെയ്തല്ലോ, അത് തന്നെ അത്ഭുതം. ഞാൻ കട്ടൊന്നും ചെയ്യാറില്ല. തിന്നാൻ പറ്റില്ല. ഞാൻ തിന്നല്ലോ. നീ തിന്നും പോലെയല്ല ഞാൻ തിന്നണതാ. ഓ, ഞാൻ തിന്നും പോലെയല്ല അപ്പ തിന്നണത്. 3 പേർക്കും വ്യത്യസ്തതയുണ്ട്. 2 പേരും തിന്നണ പോലെയല്ല ഞാൻ തിന്നണേ. ഏറ്റവും ആദ്യം ഈ റോൾ ഇവിടെ മേടിച്ചോളുന്ന എന്റെ ആങ്ങളെയാണ്. ആണോ? എന്നിട്ട് പറഞ്ഞു ചാരിയറ്റിലെ റോള്. നമ്മൾ ചാരിയറ്റിൽ കയറാറുണ്ടെങ്കിലും റോൾ അങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ പോകുമ്പോ അവിടെ നിന്ന് ആ സമയമാണെങ്കിൽ റോള് മേടിക്കാൻ കയറും. വൈകുന്നേര സമയം പക്ഷെ തീരും. 4 തീരുവോടെ 5 എണ്ണം ഇരുന്നോളൂ. ഞാൻ തിന്നണത് ഇങ്ങനെ സമാധാനായിട്ട് ആശ്വസിച്ച. സ്പ്രിംഗ് ഒണിയനൊക്കെ നന്നായിട്ടുണ്ട്. നല്ല റോള. ഒരു മസാലക്കുത്തുമില്ല. മസാലക്കുത്തില്ല, അതാണ് എന്റെ ഹൈലൈറ്റ്. പിന്നെ മയണൈസും ഇല്ല. സാധാ ബേക്കറിയിൽ നിന്ന് മേടിക്കുമ്പോ എപ്പോഴും മസാലയുടെ ഒരു കുത്തല, വേറെ ടൈപ്പ് മസാല യൂസ് ചെയ്യണേ. പക്ഷെ ഇതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ പിന്നെ നൂല് പോലെ അരിഞ്ഞ വെച്ചിരിക്കണം. ഒന്ന് കാണിച്ചത് ഉണ്ടോ? വെജിറ്റബിൾസ് ഇങ്ങനെ നൂല് പോലെ ഇരിക്കുന്നതായിട്ടാണ് നമുക്കത്. ക്യാരറ്റും സ്പ്രിംഗ് ഒണിയനും സവോളയാണ് പിന്നെ മസാല ചേർത്തിട്ടുണ്ട്. അതാണ് എനിക്കത് ഇഷ്ടപ്പെട്ടത് കൂടുതൽ. മല്ലിയില. അപ്പയ്ക്കൊരു സ്പെഷ്യൽ സാധനം മേടിച്ചോണ്ട് വന്ന ഒരു സ്വീറ്റാ. നാളെ നമ്മള് കാറയിലിരുന്നപ്പോ പറഞ്ഞില്ലേ ഇത് എന്ത് സാധനാന്നൊക്കെ ചോദിച്ചില്ലേ? ഇതാണ് കുനാഫ. കുനാഫ പണ്ടൊരിക്കൽ നമ്മൾ കാറിലിരുന്നപ്പോ പറഞ്ഞില്ലേ, കുനാഫ എന്നെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഒരു അറേബ്യൻ സ്വീറ്റാന്ന് എനിക്ക് തോന്നണേ. നല്ല മധുരാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയ പീസ് നോക്കിയാ മേടിച്ചത്. ലുലുവിൽ ഇത് കട്ട് ചെയ്ത് കിട്ടും. ശരിക്കും ഇത് വലിയ പീസായിട്ടാണ് പൊതുവെ വാങ്ങാനായിട്ട് കണ്ടേക്കണേ. പക്ഷെ ലുലുവിൽ ഇത് പീസായിട്ട് വാങ്ങാൻ കിട്ടും. മീതയുള്ള സിറപ്പാ. സിറപ്പ് ഒഴിച്ച് വേണം കഴിക്കാൻ. സേമിയയും സ്വീറ്റും ഒക്കെ ചേർന്ന ഒരു സാധനം. നല്ല മധുരമാണ് സാധനം. അതുകൊണ്ട് ഞാൻ കുഞ്ഞു പീസ് നോക്കിയാ മേടിച്ചേക്കണേ. അല്ല, ഐറ്റത്തിനുണ്ട് മധുരം. അത് ആ സിറപ്പും കൂടെ ചേർത്തിട്ട് വേണം കഴിക്കാൻ. അങ്ങനെ അപ്പൊ അവര് സിറപ്പ് എനിക്ക് അഡീഷണൽ തന്ന. ഒരു സ്പൂണുണ്ട് എൻ്റെ, ഞാൻ എടുത്തോണ്ട് വരാം. കുനാഫ ക്രീം. ഇതാണ് കുനാഫ ക്രീം. ഇതിന്റെ മുകളില് മറ്റേ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. അമ്മ എക്സൈറ്റഡ് ആണോ ഇത് ട്രൈ ചെയ്യാൻ? മധുരം കൊണ്ടുവന്ന് കുറച്ച് താല്പര്യം കുറവാ. മുഴുവൻ ഒഴിച്ചോ. ഇത് എന്തോ ലെയറുകളൊക്കെ ആയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കണേ. പുഡിംഗ് പോലെ. അതുപോലത്തെ ഒരു ഐറ്റാണ്. അറേബ്യൻ സ്വീറ്റ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവര് കമന്റ് ചെയ്യട്ടോ. കുനാഫ ക്രീം ഇത് വലിയ പീസായിട്ടാ ശരിക്കും മേടിക്കാൻ കിട്ടുള്ളൂ പുറത്തൊക്കെ. പക്ഷെ ഇവിടെ ഇവര് ഇതിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് മേടിച്ചാൽ മതിയല്ലോ. അല്ല, അതങ്ങനെ വെച്ചേക്കുവാ. അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുവാ. അപ്പൊ ഇതിലും ചെറുതുണ്ട്. പിന്നെ ഞാൻ ഇത് വീഡിയോയിലൊക്കെ കാണുമ്പോ ഇത്രയെങ്കിലും വലിപ്പം വേണ്ടേ, അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈസ് എടുത്തു. സ്പൂൺ വേണം, സ്പൂൺ കൊണ്ടാ കഴിക്കണേ. ഇത് മധുരാണ് മുന്നിൽ നിക്കണത്, അത് ഓർത്ത് കഴിച്ചു. എങ്ങനെയുണ്ട്? മധുരം അപ്പയ്ക്ക് കയറല്ലേ. ജെസിയാന്റെ അപ്പയാണ് ഈ കുടുംബത്തിലെ ഏറ്റവും മധുരക്കാരൻ. ജെസിയാന്റെ വീട്ടിൽ അപ്പയൊന്ന് പോയേച്ച് വന്നു കഴിഞ്ഞാ ഇവിടെ ഉണ്ടാക്കണ മധുരസാധനത്തിനൊന്നും മധുരമില്ല. നമ്മള് മധുരം തീരെ കുറച്ചായി. ഇവിടെ ഉണ്ടാക്കണ മധുരസാധനത്തിന് മധുരവും ഇല്ല, ചായക്ക് മധുരം വളരെ. ഞാൻ ജെസിയാന്റിയോട് ഇന്നലെ പറഞ്ഞു, ഇങ്ങനെ മധുരം ഇട്ട് വിടരുത്, പിന്നെ എനിക്ക് ആകെ പ്രശ്നമുണ്ടാകും. അല്ലെങ്കിൽ എന്തായാലും പറയൂ കേട്ടോ, നിങ്ങൾ ചെറുപ്പം പോലെ നല്ല മധുരം കഴിച്ചാ പഠിച്ചേക്കണം എന്നോട് പറയൂ. ഇത് അവരെനിക്ക് അഡീഷണൽ തന്നതാ ഷുഗർ സിറപ്പ്. ഇതിന്റെ കൂടെ ഇങ്ങനെയാണ് ചേർത്ത് കഴിക്കേണ്ടത്.
അങ്ങനെ വലിയ പീസായിട്ടാ ഞാൻ പൊതുവേ അത് വാങ്ങാൻ കണ്ടേക്കണ കടകളിൽ. ഇങ്ങനെ ഈ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ റിച്ച് ഭയങ്കര റിച്ചാ. ശരിയാ. ഇതൊക്കെ വെർമിസിലിയാ. ഓ അങ്ങനെ മുടിനാല് പോലെ വെർമിസിലിയാ. അതെ അത് താഴെ വീട് പോയി. അപ്പടെ ഗസ് നഫറിന് ഇത് അറിയാൻ പറ്റും. എന്തോ ഒരു അറേബ്യൻ സ്വീറ്റാ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ പോപ്പുലറാ. മീൽസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ അമ്മയൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ട്രൈ ചെയ്യാം, പക്ഷെ എന്റെ കാപ്പി കുടിച്ചിട്ട് അല്ലെ കാപ്പിയുടെ മധുരം തീർന്നു. മധുരം തന്നെയല്ല, എന്റെ കൈ കഴുകണം. എനിക്ക് അലമ്പ് പിടിച്ചിട്ട് വരാൻ ഇഷ്ടമില്ല. കഴിച്ചതല്ലേ, നിങ്ങൾ രണ്ടുപേരും കഴിച്ചു. ഞാൻ അമ്മയൊന്ന് പരീക്ഷണം നോക്കുവാണ്. ഞാൻ മധുരമായതുകൊണ്ട് കുറച്ചായിട്ട് കഴിക്കും. അത് കുഴപ്പമില്ല, ഞാനെല്ലാം കൺട്രോളിൽ പോണ ആളായതുകൊണ്ട് ഷുഗറും ഇതൊക്കെ കുറച്ച് കഴിച്ചു, അല്ലെങ്കിൽ ബാക്കി മുഴുവൻ ഞാൻ കഴിക്കേണ്ടി വരും. മുഴുവൻ എങ്ങനെ കഴിക്കുമെന്നും വേണ്ട. മുടിനാര് എങ്ങനെയുണ്ട്? അകത്തെ സാധനം നല്ലതാ. വെർമിസിലി ഒഴിച്ച് മാറ്റുന്നത് നല്ലതാണ്. വെർമിസിലയില് ആഡ് ചെയ്തേക്കണത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബേസ അതെന്നതാ പോലും വീറ്റ് ഫ്ലോർ എന്നൊക്കെയാ എഴുതിയേക്കണ അതിനകത്ത്. അത് ശരിക്കും പുഡിങ് പോലെ എന്തോ വേവിച്ചെടുക്കണമെന്ന് തോന്നുന്നു. അത് നല്ലതാ. സ്വീറ്റ് വളരെ തിക്ക. സ്വീറ്റ് ആണ് ഇത് ശരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അതിന് അത്രയും ഒരു മധുരം തോന്നിപ്പിക്കുന്നത്. വൺ ടൈം ഒക്കെ ട്രൈ ചെയ്യാം, എന്താണ് ഈ സംഭവം എന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രം. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ ഇത്? ഭയങ്കര മധുരം. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. അതെ അതെ അതെ. വായിലൊക്കെ വെർമിസിലി വളരെ സൂക്ഷിച്ച് കഴിക്കുന്ന അവിടെ ഇവിടെയൊക്കെ കയറി പോവാതെ. നീ ടേസ്റ്റ് ചെയ്തോ? ഇനി ഞാനൊന്ന് കഴിക്കാൻ പോവാണ്. ഓ ഇതിങ്ങനെ വെർമിസിലിയൊക്കെ ഒത്തിരി മുകളിലുണ്ടല്ലേ, ഒരുപാടുണ്ട്. ടോപ്പ് ചെയ്തെടുക്കുന്നതാന്ന് തോന്നുന്നു. മുകളിലും അടിയിലും ഒക്കെ കണ്ട കുനാഫ ഇതുവരെ കഴിക്കാത്തവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. നല്ല മധുരമാണ്. മധുരമാണ് എൻ്റെ മുന്നിൽ നിൽക്കണേ കേട്ടോ. ഏറ്റവും ടോപ്പിൽ മുന്നിൽ നിൽക്കുന്ന മധുരമാണ്. ഈ ബേസിന് അത്ര മധുരം തോന്നിക്കുന്നില്ല. അതെ അതെ അതെ. മധുരം ഇഷ്ടമുള്ളവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഡെസേർട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഇത്രയൊന്നും മധുരം സെറ്റിൽഡ് ആവും. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചില്ലായിരുന്നോ, അതുകൊണ്ട് ഇത്തിരി മധുരം മുന്നിലായിട്ട് നിൽക്കണേ. ഇറ്റ്സ് ഗുഡ്. എല്ലാവർക്കും കഴിക്കാൻ സാധിക്കാത്തവർക്ക്, കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേഗം ട്രൈ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ ആഗ്രഹിക്കുന്നു. അതെ 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 അതെ. ഇനിയിപ്പോ തണുപ്പിക്കാനൊന്നും ഇല്ല അത്. ഇനി ഒരു അൺബോക്സിങ് ഉണ്ട് കേട്ടോ, അത് നമുക്ക് അമ്മേനെ കൊണ്ട് ചെയ്യിക്കാം. ദേ ഇനി ഇതൊക്കെയാണ് അൺബോക്സ് ചെയ്യാനുള്ളത്. ഒയ്യോ കൈ പിടിച്ചോ. അതിലാണ് അമ്മയുടെ ശ്രദ്ധ. ആവശ്യമുള്ളതാ. അതിപ്പോ തന്നെ നമുക്ക് കുപ്പിക്കകത്താക്കി വെക്കാം. നീ ചെയ്തോട്ടോ. ഞാനും പോകുന്നോണ്ട് എനിക്കൊന്ന് മടിയാ സന്ധ്യയായ. പിന്നെ ഇത് കുറെ ഒരു ഘട്ടം ഉണ്ട്. അത് മൊത്തം ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാ. സ്ട്രോബെറി കസ്റ്റേർഡ് ആയിരിക്കും, നല്ല ഫ്രഷ് സ്ട്രോബെറി. കസ്റ്റേർഡ് ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള വിക്ഫീൽഡിന്റെ കസ്റ്റേർഡ് ആണ് കേട്ടോ. ബില്ലുകൾ കിടപ്പുണ്ടോ? ഇതേ കണ്ടോ, ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള വിക്ഫീൽഡിന്റെ ആണ്. അത് ഇത് കണ്ടോ, ഫ്രഷ് സ്ട്രോബെറിയാണ്. ഇടയ്ക്ക് നീ മേടിക്കണാണ്. പക്ഷെ ഇത് കുറച്ച് വലിയ സ്ട്രോബെറിയാ. പുളിപ്പുണ്ടാവും. ഇതെങ്ങനെയാന്ന് അറിയില്ല, നമുക്ക് കഴിച്ചു നോക്കാം. എടുക്കട്ടെ. ഇത് ഗ്രീൻ പീസ് വെച്ച ഫ്രോസൺ ഗ്രീൻ പീസ്. ഇതെന്നാന്ന് എനിക്കറിയാം. പനീർ പീസാക്കിയ പനീർ. ഇവിടെ നാളെ ഒറ്റ സ്ലൈസ് അതെ 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 കട്ട് ചെയ്ത് വെക്കുവരാ.
ഇത് നോൺ വെജ് ആണല്ലോ ഏതാണ്ടൊക്കെ. ആ എന്നാ അത് നോക്കിക്കോ. ഓ ഫിഷാണല്ലോ. ആ നോക്കട്ടെ, കണ്ണാടി വെക്കണം. ആ ഒരാമീനാണല്ലോ. ആ ഒരയാ. അതെ ഒരാമീൻ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ വേവിച്ചിട്ടുണ്ട്. അത് വേവിക്കാനും വറക്കാനും നല്ലതാണ്. ഇത് ആഗോലിയുടെ ഒരു ഫോം പോലെ എനിക്ക് തോന്നുന്നത് ഏതാണ്ടല്ലേ. ബാക്കി എല്ലാം തൊലി കളഞ്ഞിട്ടുണ്ട്, തലയുടെ കളഞ്ഞിട്ടില്ല. അതൊന്ന് ചുരണ്ടി കളഞ്ഞാ മതി. ഇത് ½ kg ഒരു മീനാണോ? ഒരു മീൻ 470 എത്രയോ ഗ്രാമാണ്. വില 142. ആ 1 കിലോ 300 രൂപ. 300 അല്ലേ? അത്യാവശ്യം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മറ്റേതെനിക്ക് മനസ്സിലായി. അത് ഞാനൊരു ഹിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാട്ടോ അമ്മ പറഞ്ഞു. നാടൻ ചിക്കൻ. ഓ ഇത് മുട്ടനാണല്ലോ. നാടൻ ചിക്കൻ 342 രൂപ. 1 kg ആണോ? അതെ അതെ അതെ. 1 kg ഇഷ്ടമുള്ള സാധനമാണ്. നമ്മക്കേ നാടൻ ചിക്കൻ ഇതിന്റെ നല്ല ഭാഗം എടുത്ത റോസ്റ്റ്, എന്നിട്ട് നാളെ ഒരു പ്രത്യേക റൈസ്. ഏഹേ അതറിഞ്ഞിട്ടില്ല. അതാരും അറിഞ്ഞിട്ടില്ല. ഐറ്റംസ് ഇന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട് റൈസിനുള്ളത്. ഇത് റോസ്റ്റ് ചെയ്യാം. നാളെ ഡിന്നർ അതാവട്ടെ. അപ്പൊ സാധനങ്ങളെല്ലാം ആവശ്യമുള്ളതല്ലേ? ആവശ്യമുള്ളതാ. ഇതെങ്ങനെയായിരിക്കും അറിയില്ല. അത് നോക്കാം, നമുക്ക് ഇപ്പൊ തന്നെ കഴിച്ചു നോക്കാം. വെക്കാം കേട്ടോ. ഫ്രീസറിട്ട് വെക്കട്ടെ കേട്ടോ. ആയിക്കോട്ടെ. ഞങ്ങള് മീറ്റ് ഐറ്റംസ് ഒക്കെ ഫ്രിഡ്ജിന്റെ ഫ്രീസറിലാട്ടോ സൂക്ഷിക്കുന്നത്. ആവോലിയുടെ അതേ ലുക്കാ, പക്ഷെ തൊലിയെത്തി കളയുമ്പോ പ്യുവർ ഈ വൈറ്റ് കളറിലിരിക്കും. ശരിയാ, വൈറ്റ് കാണാൻ തന്നെ നല്ലതാണ്. രണ്ടും ഫ്രീസറിട്ട് ആദ്യം വെക്കാം. ആയിക്കോട്ടെ. ആവശ്യമുള്ള സാധനങ്ങളാണ്. എന്ത് ഭംഗിയാന്നൊക്കെ ഇത് കാണാൻ. നല്ല ഭംഗി ഇത് കാണാനായിട്ടാ. കഴുകിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇത് പറഞ്ഞ് എടുക്കാം. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അതേ ഉണ്ടോ, ഓരോന്നിനും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നല്ല ഉഗ്രൻ സ്ട്രോബെറീസ് ആണിത്. എന്ത് വലുതാന്ന് നോക്കി, സോ ബിഗ്. പഴുത്തതാണോ മധുരമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും കഴിച്ചു നോക്കാം. അതേ ഉണ്ടോ, അത്യാവശ്യമൊക്കെ വലിപ്പമുണ്ട്. അതാ തോന്നുന്നു ഈ ഒരു പാക്കറ്റിന് 139 രൂപ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന വലിയ സ്ട്രോബെറീസ് ആയതുകൊണ്ടേ വെയിറ്റും ഒക്കെ ഉണ്ടല്ലോ ആവശ്യം, അതായിരിക്കും. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഇത് ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കുറേ വീഡിയോസിൽ കണ്ടു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ കരുതിയാണ് മേടിച്ചത്. പക്ഷെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാനൊന്നും സമയം കിട്ടും തോന്നണില്ല. അപ്പോൾ സ്ട്രോബെറി ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ എടുത്തു, കഴുകി കേട്ടോ. പിന്നെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വേണം കഴിക്കാൻ എന്നാ പറയണേ. കാണിച്ചു തരാവേ. അമ്മ വന്നുണ്ടോ സ്ട്രോബെറി കഴിക്കാൻ? അമ്മ എന്തൊക്കെയോ അവിടെ അടുക്കിപ്പറക്കൽ പരിപാടിയിലാണ്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പുളി ഉണ്ടെങ്കിലും മധുരം ഉണ്ട് കേട്ടോ. ഒട്ടും ഭയങ്കര ഡീപ്പ് പുളി എന്നൊന്നും പറയാൻ പറ്റില്ല. പുളിയും മധുരവും കൂടെ ചേർന്നിട്ടുള്ള ഒരു രുചിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കഴിക്കാം. നല്ലതാണ്, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. സാധാരണ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണ പോലെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. നല്ലതാ കേട്ടോ. പുളി അങ്ങനെ ഇല്ല. നല്ല അതോ ഞാൻ ഒരെണ്ണം കഴിച്ചു തീർത്തു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷെ നമ്മളിപ്പോൾ അതിനൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നല്ല. അതിന് മുമ്പ് തീരും. ഇതൊന്ന് കഴിച്ചു നോക്കി. ഇതിന് പുളിയൊന്നും ഇല്ല. ഞാൻ മൊത്തത്തിലൊന്ന് നോക്കുക. ഈ നമ്മള് ചില സ്ഥലങ്ങളില് പുറത്തുള്ളവര് ഈ സ്ട്രോബെറി ഒക്കെ പറിക്കുന്നതൊക്കെ കാണാൻ നല്ല രസം. നമ്മളിവിടെ നീ ഒരു തൈ മേടിച്ച് കണ്ടിട്ട് എന്തോരം നാളെ ശുശ്രൂഷിച്ച ഉണ്ടായില്ല. വെറുതെ ഇങ്ങനെ പൊട്ടിയലച്ചൊക്കെ നിന്നോ. ചില വ്ലോഗില് ചിലരുടെ വീട്ടില് സ്ട്രോബെറി നട്ടേക്കണ കാണാം. ഞങ്ങള് നട്ടതാ, പക്ഷെ ഒത്തിരി വളമൊക്കെ ചെയ്തതാ, പക്ഷെ ഉണ്ടായില്ല. ചെടി നന്നായിട്ട് വന്നു, പഴം ഉണ്ടായില്ല. പുളിയുണ്ടോ? അങ്ങനെ പുളിയൊന്നുമില്ല ഇതിന്. നേരത്തെ പുളിയേ ഉള്ളൂ. മധുരമുണ്ട്. നേരത്തെ പുളിയേ ഉള്ളൂ കേട്ടോ. അമ്മയ്ക്ക് പുളി ഒട്ടും പറ്റാത്ത കാരണം കാണിക്കണതാ. പക്ഷെ അങ്ങനെ പുളിയൊന്നും ഇല്ല ഇതിന്. എനിക്ക് ഇതിന്റെ പുളി അത്ര ഇഷ്ടമല്ല. അതാണ്. അപ്പയ്ക്ക് കൊടുത്തു നോക്കാം.
ഓ ദമ്മോ. ചില ഭാഗം കടിക്കുമ്പോ പുളി വളരെ കുറവാണ്. ചില ഭാഗം കടിക്കുമ്പോ ഇതിൽ കൃമികളുണ്ടെങ്കിൽ എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും പേനുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകും. ഇതപ്പയ്ക്ക് കൊടുത്തു നോക്കാം. അപ്പയ്ക്ക് കൊടുക്കാം തന്നെ. ഇനി ആരെങ്കിലും ഇപ്പൊ ചോദിക്കും ഞാൻ കടിച്ചതിന്റെ ബാക്കിയാണ് കൊടുക്കണം. അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നമ്മളെല്ലാവരും അങ്ങനെ കഴിക്കുന്നവരാ. ഇവിടെ അതൊരു വിഷയമല്ല. അതെ, ഒരു ഗ്ലാസ്സിൽ നിന്ന് 3 പേരും വെള്ളം തീർച്ചയായിട്ടും ഒരു സ്പൂണ് കൊണ്ടാ 3 പേരും കഴിക്കാറുണ്ട്. അതെ, ഡെഫിനറ്റ്ലി എടുത്ത് കഴിക്കാറുണ്ട്. പക്ഷെ ചിലരിങ്ങനെ ചില ഇത് ചോദിക്കുമ്പോ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാ ഞങ്ങള്. അതെ, പിന്നെ സ്റ്റീൽ പ്ലേറ്റിൽ ഞങ്ങൾ സാധാരണ കഴിക്കണം. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചില സമയത്ത് വൈറ്റ് പ്ലേറ്റ് എടുത്ത് കഴിക്കണം. അതെ, അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ ഇടുന്ന വേഷം ഞങ്ങൾ ഇതെല്ലാം കോമൺ ആയിട്ട് ഉള്ളത് അതുപോലെ കാണിക്കുക. പുറത്തു പോകാൻ നേരത്തെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണോ അന്നേരം വീഡിയോയിൽ വരുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഫിൽറ്റർ ചെയ്തോ ഒന്നും ഞങ്ങൾ വരാറില്ല. നിങ്ങൾക്ക് അറിയാലോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരിങ്ങനെ ചില വീഡിയോയില് എന്താ മുഖത്തിട്ടേക്കണെന്ന് ചോദിക്കും. അത് എന്നോടാ ചോദിക്കാറ്. മകള് യാതൊരു സാധനവും ഇട്ടോണ്ട് സാധാരണഗതിയിൽ വരാറില്ല. പുറത്തു പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ടച്ചപ്പ് ചെയ്തേച്ച് നമ്മൾ പോകുമ്പോ വീഡിയോ വരാം. ടച്ചപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടണേ, അതിനാണ് ടച്ചപ്പ് എന്ന് പറയണത്. പിന്നെ ഞാൻ നിവിയ ക്രീം ഒക്കെ ഇടണം. അപ്പൊ അങ്ങനെ ഇടാറുണ്ട് പുറത്തു പോകുമ്പോ. അത് എല്ലാ വീടുകളിലും എല്ലാവരും ചെയ്യണം. അത്ര മേക്കപ്പുകൾ ഞങ്ങൾ ചെയ്യാറുള്ളൂ. പക്ഷെ അതൊരു മേക്കപ്പ് അല്ല. ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ 100 പേർക്ക് 100 അഭിപ്രായമായിരിക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ അഭിപ്രായം ആയിരിക്കൂല വേറൊരാൾക്കുള്ളത് അല്ലേ? അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പറയണം. അതെ, ഞാൻ മുടിയൊക്കെ പാറി പറഞ്ഞായിരിക്കണം. വൈകുന്നേരം എറണാകുളത്തിന് പോയത്, ഇവിടെ വിളിക്കാൻ പോയപ്പോ ഞാനും കയറിപ്പോയി. തിരിച്ചു വന്നു, കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു, എല്ലാം ആയി. എനിക്കിങ്ങനെ വൃത്തികേടായിട്ടിരുന്നാ ഞാൻ എനിക്ക് മഹാദേഷ്യം. ഇനി എല്ലാം അടുക്കി പറക്കണം. അതെ, ഓക്കെ. ഇടയ്ക്ക് ഒരു പണി ചെയ്ത് വെച്ചിരിക്കുക. വെജിറ്റബിൾ ട്രെയിൻ എടുത്തപ്പോ ഞാൻ വലിച്ചു ഫ്രിഡ്ജിൽ നിന്ന് പോന്നു. ഇനി അതിന്റെ സ്ലോട്ടിലേക്ക് കയറ്റുന്നത് വേണം. കാരണം നിറച്ച് വെജിറ്റബിൾ ഇരിക്കുക. ഞാൻ അതിന്റെ സ്ലോട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിൽ കയറൂല. എന്താന്നൊരു കാരണം പറഞ്ഞുതരാം. വെജിറ്റബിൾ ട്രേയുടെ അറ്റം ഒരു പ്രാവശ്യം സ്ലോട്ടിൽ നിന്ന് എടുക്കും എന്തോ ചെയ്തപ്പോ സ്വല്പം ക്രാക്ക് വീണിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം അപ്പ സൂക്ഷിച്ച സൈഡിലേക്ക് കയറ്റി വെക്കും. 6 വർഷമായില്ലേ? അതെ, 6 വർഷമായ ഫ്രിഡ്ജും വെജിറ്റബിൾ ട്രേയും. അപ്പൊ ഇനി ബാക്കിയുള്ള സ്ട്രോബെറി അപ്പയ്ക്ക് കൊടുത്തിട്ട് ചോദിക്കാം പുളി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പ ഈ സ്ട്രോബെറി ഒന്ന് കഴിച്ചു നോക്കിയേ. പുളി ഉണ്ടോ മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കിയേ. കുറച്ച് അമ്മ കഴിച്ചതാ. മധുരം ഉണ്ടെന്നേ. എനിക്ക് അങ്ങനെ പുളിയൊന്നും തോന്നിയില്ല. മധുരം ഇല്ലേ? അമ്മ പറഞ്ഞു ഭയങ്കര പുളിയാന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ പുളിയൊന്നും തോന്നിയില്ല കേട്ടോ. അതെ 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 അതെ, അത്ര പുളിയൊന്നുമില്ല. കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പുളിയൊന്നുമില്ല. വേറെ ഉണ്ട്, കഴിച്ചോ. വേറെ ഉണ്ട് ഇഷ്ടം പോലെ. ഇത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണ പല വീഡിയോസിലും ഞാൻ കണ്ട്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്നൊക്കെ ഓർത്ത് മേടിച്ചതാ. കേറി അപ്പനെ ആശ്രയിക്കാതെ കേറി. അതെ.